പരമേഷ്ഠിയെ പിതാമഹനെ സമീപിച്ചിട്ട് ചോദ്യം ചോദിക്കുകയാണ്. അശ്വലായനും പരമേഷ്ഠിയും തമ്മിലുള്ള സംവാദ രൂപത്തിലുള്ളതാണ് ഈ ഉപനിഷത്ത്. പ്രഥമ ഖണ്ഡം മന്ത്രം. അശ്വലായനോ ഭഗവന്തം പരമേഷ്ഠിനം പരിസമേത്യോവാചാം അശ്വലായനൻ ചോദിച്ചു പോൽ ഭഗവാൻ പരമേഷ്ഠിയുടെ അടുക്കലെത്തി അശ്വലായനൻ ചോദിക്കുകയാണ്. വൈദിക സമ്പ്രദായത്തില് ശിഷ്യൻ ചോദിച്ചിട്ട് പറയണം എന്നാണ്. കശ്ചിത് ഒരിക്കലും എങ്ങനെയാണെങ്കിൽ പറയരുത്, അബ്രുയാത് ചോദിക്കാതെ പറയരുത് എന്നുണ്ട്. 2 അന്യായമായി ചോദിക്കുന്നവരോട് പറയരുത് എന്നുണ്ട്. അന്യായേനാവി പൃച്ഛത. ചോദ്യങ്ങൾ മീമാംസ്യമായിട്ടുള്ളവനോട് മാത്രമേ വേദതത്വങ്ങൾ പറയേണ്ടതുള്ളൂ. അപ്പൊ ചോദിക്കുന്നവനോട് പറയണം, ചോദിക്കാത്തവന് പറഞ്ഞു കൊടുക്കരുത്. അന്യായമായി ചോദിക്കുന്നവന്, അവൻ കേൾക്കാൻ ചോദിക്കുന്നതല്ല, അവന്റെ ചിന്തയിൽ എന്തൊക്കെയോ വേറെ കിടപ്പുണ്ട്, അതിനിടയിൽ ചോദിക്കുന്നതാണ്. അതിന്റെ ആ ചോദ്യത്തിലെ ഏകാഗ്രത പോലുമില്ല. അതുകൊണ്ട് അന്യായമായി ചോദിക്കുന്നവനും പറഞ്ഞു കൊടുക്കരുത്. എന്നാൽ കൃപാലുവായ ഗുരു ഉത്തമനായ ശിഷ്യന്റെ നിശബ്ദതയിലും പറഞ്ഞു കൊടുക്കുന്നു എന്ന് ആചാര്യന്മാർ പറയും. ഭാഗവതം തന്നെ ഇത് പറയും. ഇവിടെ ആ സാമ്പ്രദായിക മര്യാദയെ കാണിക്കുന്നതിന് വേണ്ടി അശ്വലായനൻ ചോദിച്ചു എന്നിട്ടാ പറയുന്നത്. ഇതാവശ്യമുണ്ട്. അറിയേണ്ട തത്വം ഇതാണ്. മറ്റുള്ളതൊക്കെ അറിഞ്ഞതിന്റെ വ്യർത്ഥത ബോധ്യമായി കഴിഞ്ഞു. ആ നിലയില് അശ്വലായനൻ പരമേഷ്ഠിയെ സമീപിച്ചിട്ട് ചോദിച്ചു, അധീഹി ഭഗവൻ ബ്രഹ്മവിദ്യം വരിഷ്ഠം പദാസദ്ഭി സേവ്യമാനം നിഗൂഢം യയാജിരാത് സർവപാപം വ്യബോഹ്യം പരാത്പരം പുരുഷമുപൈതി വിദ്വാൻ സദാ സദ്ഭി സേവ്യമാനം നിഗൂഢാം വരിഷ്ഠാം ബ്രഹ്മവിദ്യാം. ഹേ ഭഗവൻ, അധീഹി യയാ തദ് ബ്രഹ്മവിദ്യയാ വിദ്വാൻ ചിരാത് സർവപാപം വ്യബോഹ്യ പരാത്പരം പുരുഷമുപൈതി. 2 ഭാഗമാണ് ആ ചോദ്യം. ഒന്ന്, യയാ യാതൊരു ബ്രഹ്മവിദ്യയാലാണോ, യാതൊരു ബ്രഹ്മവിദ്യയെ കൊണ്ടാണോ വിദ്വാൻ പണ്ഡിതൻ, ജ്ഞാനി, അറിഞ്ഞവൻ, ചിരാത് സർവപാപം വ്യബോഹ്യ ചിരകാലമായുള്ള സകല പാപങ്ങളെയും അധ്യാസങ്ങളെയും, പാപമധ്യാസം, വ്യബോഹ്യ വിട്ട് പരാത്പരം പുരുഷമുപൈതി പരമപുരുഷനെ പ്രാപിക്കുന്നത് സദാ സദ്വിസേവ്യമാനാം നിഗൂഢാം വരിഷ്ഠാം തദ് ബ്രഹ്മവിദ്യാം ഹേ ഭഗവനധീഹി. ഏതൊരു ബ്രഹ്മവിദ്യയെ കൊണ്ടാണോ, അവിടെ ബ്രഹ്മവിദ്യയുടെ മഹത്വം കാണിക്കുവാനാണ് വിശേഷണങ്ങളല്ല. ഈ ലോകത്ത് പലതും പഠിച്ചു, ഒട്ടേറെ കാര്യങ്ങൾ ചെയ്തു, അത് വലിയ മോശമൊന്നുമല്ല. കുട്ടിക്കാലം മുതൽ ഓരോന്നറിയുകയായിരുന്നു, ഈ പ്രപഞ്ചത്തിലെ ഓരോന്നും അഴിച്ചറിയുകയായിരുന്നു. ആ അശ്വലായനൻ ജീവിതത്തിലൂടെ വളരെ ദൂരം പോയി. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കി, ആനന്ദം ഇവിടൊന്നുമില്ല എന്ന് മനസ്സിലാക്കി. അപ്പോഴാണ് പൂർവന്മാരുടെ വാക്കുകളെ ശ്രദ്ധിക്കാൻ തുടങ്ങുന്നത്. നാം എല്ലാം ആ അശ്വലായനെ പോലെ തന്നെ ആയിരിക്കുമല്ലോ. ജീവിതത്തിൽ ബഹുദൂരം സഞ്ചരിച്ചു. ബ്രഹ്മവിദ്യയും ഇന്ന് അന്നല്ല, ചടങ്ങിന് മാത്രമായി മാറും.
കാരണം വ്യവഹാരത്തിൽ അത്ര മുങ്ങുന്നത് കൊണ്ട് ഈ ബ്രഹ്മവിദ്യയിലും ആനന്ദമുണ്ട് എന്ന് വിശ്വാസം വരണമെന്നില്ല. പക്ഷെ അശ്വലായനൻ അങ്ങനല്ല. അശ്വലായനെ സംബന്ധിച്ചിടത്തോളം പൂർവന്മാരിൽ നിന്ന് കേട്ടിട്ടുണ്ട്, സർവപാപങ്ങളും പോകുന്നതും സമസ്ത ദുഃഖ വിനാശിനിയും ആത്യന്തിക ദുഃഖനിവൃത്തിയും പരമസുഖപ്രാപ്തിയും ഉണ്ടാക്കുന്നതും ആണ് ഈ ബ്രഹ്മവിദ്യ എന്ന് കേട്ടിട്ടുണ്ട്. അങ്ങനെ സജ്ജനങ്ങളാൽ സേവിക്കപ്പെടുന്ന ഉത്തമമായ ആ ബ്രഹ്മവിദ്യയെ തനിക്ക് അറിയണമെന്നുണ്ട്. ബാക്കിയൊക്കെ അറിഞ്ഞു, അതിലൊന്നും സുഖവുമില്ല. ഈ ഭൂതഭൗതിക പ്രപഞ്ചത്തിലെ ഇതരേതരങ്ങളായ അറിവുകളുടെ പിന്നാലെയൊക്കെ ഓടി ഒരറിവ് കൊണ്ടും ശാന്തി ലഭിച്ചില്ല. അസ്വസ്ഥത വേണ്ടുവോളമുണ്ട്. ഓരോന്നിലും തന്റെ സ്വരൂപത്തെ നോക്കി ആ അശ്വലായനൻ ഭഗവാൻ പരമേശ്വരിയെ സമീപിച്ചിട്ട് താൻ ആചാര്യവര്യന്മാരിൽ നിന്ന് കേട്ടറിഞ്ഞിട്ടുള്ളതും അവരാൽ സേവിക്കപ്പെട്ടിട്ടുള്ളതാണെന്ന് ബോധ്യമുള്ളതുമായ ആ ബ്രഹ്മവിദ്യയെ, ഇപ്പൊ വിദ്യ രണ്ട്, ഒന്ന് പര, ഒന്ന് അപര. അപരയിലാണ് അർഘും യജസ്സും സാമവും അഥർവവും ശിക്ഷയും കൽപ്പവും വ്യാകരണവും ജ്യോതിഷവും ഛന്ദസ്സും എല്ലാം. പരയല്ല. വേദങ്ങൾ ഉൾപ്പെടെ സമസ്ത അറിവും, ഈ ഭൂതഭൗതിക പ്രപഞ്ചത്തിലെ സമസ്ത അറിവും ദുഃഖമുണ്ടാക്കുന്ന അറിവുകളാണ്. ഇതൊന്നും പഠിച്ച് ശാന്തി കിട്ടില്ല. ഇത് മറ്റൊരു ഗൃഹസ്ഥൻ ശൗനകൻ അങ്കിരസിനോട് ചോദിക്കുന്നുണ്ട് ഇതുപോലെ. ഉത്തരവും പറയുന്നുണ്ട് അങ്കിരസ്. ദ്വേ വിദ്യേ വേദിതവ്യേ ഇരിഹസ്മയത് വേദവിദോ വദന്തി പരാചൈവ അപരാച. തത്ര അപര അർഗ്വേദോ യജുർവേദഃ സമവേദോ അഥർവവേദഃ ശിക്ഷ കൽപ്പം വ്യാകരണം ജ്യോതിഷം ഛന്ദസ് എല്ലാം. ഇതൊന്നും പഠിച്ച് ശങ്കരനും പറയുന്നുണ്ട് നഹിരക്ഷതി ഡോകൃഞ്ച് കരണേ. അതെല്ലാം ഭൂതഭൗതിക വിദ്യകളാണ്. കിട്ടുന്ന നേരത്ത് നിന്നിലേക്ക് നോക്ക്. അപ്പൊ ഈ വിദ്യയൊക്കെ ഇരുന്ന് കുത്തിരുന്ന് പഠിക്കാതെ കിട്ടും. തന്റെ ഉള്ളിൽ നിന്നുണ്ടാവും, ഉള്ളുണരും. അവിടെ ആ അർത്ഥത്തിലാണ് ഭഗവാൻ പ്രയോഗിക്കുന്നത്. കാരണം ജനിച്ചു എങ്കിൽ മരണം അതിനോടൊപ്പമുണ്ട്. വരാൻ പോകുന്ന മരണത്തിൽ നിന്ന് അതിജീവിക്കണമെങ്കിൽ, ആനന്ദമുണ്ടാകണമെങ്കിൽ, ദുഃഖം പോകണമെങ്കിൽ, ജനിമരണങ്ങളുടെ ചക്രത്തിൽപ്പെട്ടുഴലാതിരിക്കണമെങ്കിൽ ഈ ഭൂതഭൗതിക വിദ്യയ്ക്കൊന്നും രക്ഷിക്കാനാവില്ല. അപ്പൊ ഇവിടെയും ആ വിദ്യയെ, പരമമായ ആനന്ദത്തെ ഉളവാക്കിത്തരുന്ന പരമമായ വിദ്യയെ, ബ്രഹ്മവിദ്യയെ അന്വേഷിക്കുകയാണ് അശ്വലായനൻ. അപ്പൊ അശ്വലായനൻ താൻ പഠിക്കാൻ പോകുന്ന വിദ്യയിൽ തനിക്കുള്ള താല്പര്യത്തെയും പൂർവാചാര്യന്മാരുടെ സങ്കേതത്തെയും മനസ്സിലാക്കിക്കൊണ്ട് പരമേഷ്ഠിയോട് ചോദിക്കുമ്പോൾ അതിന്റെ മഹത്വത്തെ ബോധ്യപ്പെടുത്തുകയാണ്. ഗുരുശിഷ്യ സംവാദത്തിൽ പഠിക്കാൻ പോകുന്നവൻ ഏതൊരു വിദ്യയെയാണോ ഉൾക്കൊള്ളുവാൻ പോകുന്നത് ആ വിദ്യയുടെ മഹത്വത്തെയും ആ വിദ്യയുടെ പ്രയോജനത്തെയും ആ വിദ്യ പഠിക്കേണ്ടുന്ന രീതിവിധാനത്തെയും അതിന് താൻ അധികാരിയാണോ എന്നുള്ളതിനെയും അറിഞ്ഞിരിക്കേണ്ടതാണ്. ഇപ്പൊ വിഷയം എന്താണെന്നറിയണം, അതിന് തനിക്ക് അധികാരമുണ്ടോ എന്നറിയണം, അതിന്റെ പ്രയോജനത്തെ അറിയണം, അതിനുള്ള പഠിക്കുന്ന രീതിവിധാനത്തെ അറിയണം. അതുകൊണ്ട് താൻ പഠിക്കാൻ പോകുന്ന വിദ്യ ബ്രഹ്മവിദ്യ തന്നെയാണ്. എന്തുകൊണ്ടാണത് പഠിക്കണമെന്ന്, അത് ഉൾക്കൊള്ളണമെന്ന്, അങ്ങയിൽ നിന്ന് അറിയണമെന്ന്, അത് ഉപദേശിക്കണമെന്ന് അങ്ങയോട് പറയാൻ കാരണം, എന്തുകൊണ്ട് എനിക്ക് അങ്ങ് ബ്രഹ്മവിദ്യ ഉപദേശിക്കണം എന്ന് ചോദിച്ചാൽ അതിനുത്തരം നേരത്തെ പറയുകയാണ്. അവിദ്യയുടെ വിശേഷണങ്ങളിൽ ചേർത്ത്, ഹേ ഭഗവൻ, ഭവത്തെ നിഹനിക്കുന്ന യോഗത്തെ സ്വാധീനമാക്കിയിട്ടുള്ളവനെ, ഭവം നിഹത്യ യോഗം ദദാതി
ഇതി ഭഗഹ ഭഗം സ്വാധീനമുള്ളവൻ ഭഗവാൻ. ഈ ഭവസാഗരത്തെ തരണം ചെയ്യുന്നതിന് സമർത്ഥമായ യോഗത്തെ കൈമുതലാക്കിയിട്ടുള്ള അല്ലയോ പരമേശ്വരി, അവിടുന്ന് യാതൊരു ബ്രഹ്മവിദ്യ കൊണ്ടാണോ യയാ ബ്രഹ്മവിദ്യയാ വിദ്വാൻ ചിരാത് സർവപാപം വ്യപോഹ്യ, സമസ്ത പാപങ്ങളിൽ നിന്നും മോചിച്ച് പരമപുരുഷനെ പ്രാപിക്കുന്നത്. അതുകൊണ്ടാണ് എനിക്കും അതറിയണമെന്ന് താല്പര്യമുണ്ടായത്. ഈ വിദ്യ കൊണ്ട് മാത്രമേ പരമമായ സത്യത്തെ അറിയാൻ കഴിയൂ. എനിക്കതറിഞ്ഞേ തീരൂ. അതുകൊണ്ടാണ് ഞാൻ അങ്ങയുടെ അടുക്കൽ വിടുന്നത്. ആ ശ്രേഷ്ഠവും അങ്ങനെയുള്ള സദാ സദ്ഭിസേവ്യമാനാം, സദാ സജ്ജനങ്ങളാൽ, സദ്ഭിഹി ഉത്തമന്മാരാൽ, ശിഷ്ടാചാരമനുസരിച്ച് ഞാൻ സജ്ജനങ്ങളുടെ ബന്ധാവിനെ തെരഞ്ഞെടുക്കേണ്ടതാണ്. സജ്ജനങ്ങൾ ബ്രഹ്മവിദ്യയിലൂടെ പോകുന്നവരാണ്, ഭൂതവിദ്യയിലൂടെ പോകുന്നവരല്ല. അതുകൊണ്ട് സദ്ഭികളാൽ, സജ്ജനങ്ങളാൽ സേവ്യമാനാം, സേവിക്കപ്പെടുന്ന, നിഗൂഢാം, നിഗൂഢവും അത്യന്ത ഗോപ്യവും രഹസ്യവും, ഇത് ഗൂഢവിദ്യയാണ്. കാരണം ഇതിന്റെ മാർഗവും ഇതിന്റെ ലക്ഷ്യവും അതിനിഗൂഢമാണ്. മറ്റൊരാളിനെ കൂടെ കൊണ്ടുപോകാൻ പറ്റില്ല. ഇവിടെ സാമൂഹികതയ്ക്ക് അർത്ഥമില്ല. കാരണം ഇവിടെ അനുഭൂതിയുടെ തലങ്ങളിലേക്ക് വ്യക്തി ഉയരുന്നത് കൊണ്ട് മറ്റൊരാളുമായി പങ്കുവയ്ക്കാനാവില്ല. അത്ര ഗൂഢമാണ്. ആ ഗൂഢം എന്ന പദം അതിസൂക്ഷ്മ അർത്ഥത്തിലാണ് പ്രയോഗിച്ചിരിക്കുന്നത്. ഈ ഭൂത ജീവിതം എടുത്താൽ അതിൽ ജാഗ്രതയുണ്ട്, സ്വപ്നമുണ്ട്, സുഷുപ്തിയുണ്ട്. ജീവിതത്തിന്റെ നാലിലൊന്നായ ജാഗ്രതയിൽ മാത്രമേ സാമൂഹികതയുള്ളൂ. ജാഗ്രതത്തിനപ്പുറത്ത് സാമൂഹികതയില്ല. അത് മനസ്സിലാക്കിയാൽ തന്നെ മനസ്സിലാവും നമ്മുടെ ഈ സാമൂഹികതയും മുന്നേറ്റവും ഒക്കെ വ്യർത്ഥമാണെന്ന്. കുടുംബം, വ്യക്തി, സമൂഹം, സന്യാസം, ഇങ്ങനെയുള്ള പദങ്ങളൊക്കെ വളരെ വ്യാപകമായി നാം ഉപയോഗിക്കുന്നുണ്ടെങ്കിലും അവിടെയൊക്കെ വ്യക്തി അത്യന്തം തനിച്ചാണ്. ഓരോ വ്യക്തിയും ഒറ്റയ്ക്കാണ്. മറ്റൊരു വ്യക്തിയെ കൂടെ കൊണ്ടുപോകാനാവില്ല. തന്റെ സ്വപ്നങ്ങളിൽ പോലും ഈ ഏകാന്തതയാണ് നിലനിൽക്കുന്നതെങ്കിൽ ജീവിതത്തിന്റെ ഏറിയ കൂറും, ജീവിതം ആകെ എടുത്താൽ ഒരു ദിവസത്തെ എടുത്ത് അപഗ്രഥിക്കുകയാണെങ്കിൽ അതിൽ 6 മണിക്കൂർ ഉറങ്ങുന്ന മനുഷ്യൻ ആ 6 മണിക്കൂർ അത്യന്ത സൂക്ഷ്മമായ സകല ചരാചരങ്ങളും വിലയം പ്രാപിക്കുന്ന അജ്ഞാനാവൃതമായ ഒരു ഏകാന്തതയിലാണ് കഴിയുന്നത്. അവന്റെ ജീവിതത്തിന്റെ 6 മണിക്കൂർ നിശ്ചയമായും അവന്റെ സാമൂഹിക ബോധത്തിൽ നിന്ന് എടുത്തു കളയാം. അവിടെ സാമൂഹികതയ്ക്ക് അർത്ഥമില്ല, ബന്ധങ്ങൾക്ക് അർത്ഥമില്ല, സമ്പാദ്യങ്ങൾക്ക് അർത്ഥമില്ല. ആകെ 24 മണിക്കൂർ വരുന്ന ജീവിതത്തിൽ നിന്ന് ഒരു 6 മണിക്കൂർ ഏറ്റവും കുറഞ്ഞത് അല്ലേ? ആ സുഷുപ്തിയിൽ നിന്ന് എടുത്തം കളഞ്ഞാൽ യാതൊരു സാമൂഹികതയും യാതൊരു ബന്ധങ്ങളുമില്ലാത്ത ഏകാന്തതയുടെ നിമിഷങ്ങളാണ്. അവിടെ ആദ്യന്തം തനിച്ചാണ്. അതിനെക്കുറിച്ച് പോലും അവൻ അജ്ഞനുമാണ്. അതാണ് രസം. ഇനി വീണ്ടും ബാക്കി വരുന്ന 18 മണിക്കൂറിനെ എടുത്താൽ അതിലിടയ്ക്കിടയ്ക്കുണ്ടാകുന്ന നൈമിഷിക സംരംഭങ്ങൾ ഒഴിവാക്കിയാൽ അവൻ തന്റെ സ്വപ്ന ലോകങ്ങളിലാണ്. ഓരോ ഇടപാടും നടത്തുമ്പോഴും അവനൊരു വിശാല സ്വപ്നത്തിലാണ് നിലകൊള്ളുന്നത്. ആ സ്വപ്നത്തിൽ അവൻ പ്രവിവിക്ത ബുക്കാണെന്ന് ഋഷി പറയും.
ആദ്യന്തം ഒറ്റയ്ക്ക്. ഭാര്യ ഭർത്താവിനെയും, ഭർത്താവ് ഭാര്യയെയും, മക്കൾ അച്ഛനെയും, അച്ഛൻ മക്കളെയും ഒന്നും പ്രവേശിപ്പിക്കാത്ത, പ്രകർഷേണ വിവിക്ത ബുക്കായ, നല്ലതുപോലെ വിവിക്തത്തിലായ, എല്ലാ സമയത്തും പോയിട്ട് വരുന്ന അല്പകാലം എന്ന് പറയാവുന്ന ജാഗ്രത, അവിടെ മാത്രമേ നമ്മുടെ ഈ സാമൂഹികതയ്ക്കൊക്കെ അർത്ഥമുള്ളൂ. അവിടെ മാത്രമേ ഈ പങ്കുവയ്ക്കലുള്ളൂ. അതാകട്ടെ ക്ഷുദ്രമാണ്, വളരെ ചെറുതാണ്, ഒരു ക്ഷുദ്രകാലത്തിൽ. അപ്പൊ എന്ത് സാമൂഹികതയാണ് നമുക്കുള്ളത്? ഇതിനെ പെരുപ്പിച്ച് കാണിച്ച് നമ്മുടെ സ്വപ്നങ്ങളിലേക്ക് നാം കടന്നു പോവുകയാണ്. ഈ മൂന്നിനെയും ഉല്ലംഘിക്കുന്നതും വിടുന്നതുമാണ് ആധ്യാത്മിക വിദ്യ. ജാഗ്രത്തിനെയും സ്വപ്നത്തെയും സുഷുപ്തിയെയും പഠിച്ച് അതിന്റെ നിസ്സാരത ബോധ്യപ്പെട്ട് ജാഗ്രത് സ്വപ്നത്തിലും സ്വപ്നം സുഷുപ്തിയിലും ജാഗ്രത് സ്വപ്ന സുഷുപ്തികൾ ഒന്നിച്ച് തുര്യനിലേക്ക് ലയിക്കാൻ തയ്യാറാകുന്ന ജിജ്ഞാസയിൽ വെച്ചാണ് ഒരുവൻ ആധ്യാത്മികതയുടെ ചെറിയ അന്വേഷണത്തിൽ ആരംഭിക്കുന്നതെങ്കിൽ ആധ്യാത്മിക ലോകം എത്ര നിഗൂഢമാണ്. എന്റെ സ്വപ്ന ലോകത്തേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ എന്നോടൊപ്പമുള്ള ഭാര്യയും മക്കളും ബന്ധുക്കളും എല്ലാം പിരിഞ്ഞു കഴിഞ്ഞു. എന്റെ സ്വപ്നത്തിൽ അവർക്കൊന്നും പങ്കില്ല. സ്വപ്ന ലോകത്തിൽ തന്നെ ഗുരുവും ശിഷ്യനും അച്ഛനും അമ്മയും മക്കളും ഒന്നുമില്ല. അപ്പൊ ആത്മലോകത്തേക്ക് കടന്നാൽ തികച്ചും അന്തർമുഖത്വം മാത്രം നിലനിൽക്കുന്ന, തന്നോട് താൻ മാത്രം സംവദിക്കുന്ന, അന്യർക്കൊരിക്കലും പ്രവേശനമില്ലാത്ത ആ ലോകത്തെ അതുകൊണ്ട് നിഗൂഢം. ബ്രഹ്മവിദ്യയുടെ ലോകം അത്യന്ത നിഗൂഢമാണ്. അതിന് വിശേഷണങ്ങൾ പറയുമ്പോൾ നിഗൂഢമാണ്, ശ്രേഷ്ഠമാണ്, വരിഷ്ഠാം, ശ്രേഷ്ഠമാണ്. നിഗൂഢവും ശ്രേഷ്ഠവും സദാ സദ്ഭിസേവ്യമാനവും സജ്ജനങ്ങളാൽ സേവിക്കപ്പെടുന്നതുമായ ആ ബ്രഹ്മവിദ്യയെ ഹേ ഭഗവൻ അധീഹി, അല്ലയോ ഭഗവാനെ എനിക്ക് ഉപദേശിച്ചാലും. അപ്പൊ ഒന്ന്, ഏതൊരു ബ്രഹ്മവിദ്യ കൊണ്ടാണോ, ഒരു പൂർവഭാഗമുണ്ട്, യയാചിരാത് വിദ്വാൻ സർവപാപം വ്യപോഹ്യ. അതുകൊണ്ടാണ് ഞാനും വന്നിരിക്കുന്നത്. പാപമംഗലവും അധ്യാസ ജടിലവുമാണ് ഈ ലോകജീവിതം. ഞാൻ എന്റെ മുമ്പിൽ പോയവരെ കാണുന്നു. അവരുടെ പരമ്പരയിൽ ആരൊരുവനാണോ ചിരകാല പാപങ്ങളെ വെടിഞ്ഞിട്ട് സത്യസാക്ഷാത്കാരത്തിലേക്ക് നടന്നു നീങ്ങിയത്, ദ്വന്ദ്വങ്ങളില്ലാത്ത, പുണ്യപാപങ്ങളില്ലാത്ത, സത്യാസത്യങ്ങളില്ലാത്ത, നിറ-അനൃതങ്ങളില്ലാത്ത ആ ലോകങ്ങളിലേക്ക് നടന്നു നീങ്ങിയത്, യാതൊരുവരാണോ സൂര്യൻ ജ്വലിക്കാത്ത, ചന്ദ്രൻ ജ്വലിക്കാത്ത, അഗ്നി ഇനിയും തെളിയാത്ത, ഇവയെല്ലാം തെളിയിക്കുന്ന ആ ലോകങ്ങളിൽ, തിരിച്ചുവരവില്ലാത്ത ആ ലോകങ്ങളിൽ കടന്നു എന്നത് ആ ഗൂഢവും അത്യന്തഭാസുരവുമായ ലോകത്തിലേക്ക് ഞാനും പോകാൻ ആഗ്രഹിക്കുന്നു. പൂർവന്മാരുടെ പാതയെ പിന്തുടർന്ന് അതിനുള്ള വഴി, അതിനുള്ള വിദ്യ എനിക്കും അനിവാര്യമാണ്. സമസ്ത ദുഃഖങ്ങളും ഇല്ലാതാക്കുന്ന, സമസ്ത പാപങ്ങളെയും നശിപ്പിക്കുന്ന ആ വിദ്യ എനിക്ക് വേണം.
എന്തുകൊണ്ട്? എന്റെ പാപങ്ങൾ പോകുന്നതിന് വേണ്ടി, എനിക്ക് ആനന്ദം ലഭിക്കുന്നതിന് വേണ്ടി. ഞാൻ എന്നെ നോക്കി, ഇന്ന് ഞാൻ ദുഃഖിയാണ്. ദുഃഖത്തിന്റെ സ്വരൂപം എന്താണ്? ദുഃഖം എവിടെ നിന്നാണ് ഉണ്ടാകുന്നത്? ഈ ദുഃഖത്തിൽ നിന്നുള്ള മോചനം എങ്ങനെയാണ്? ദുഃഖത്തിൽ നിന്ന് മോചിച്ചവരാരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ അവരേതു വഴിയെയാണ് പോയത്? ഇതെല്ലാം ചിന്തിച്ച അശ്വലായനൻ ഗുരുവായ പരമേശ്വരിയെ സമീപിച്ചിട്ട്, യാതൊരു ബ്രഹ്മവിദ്യ കൊണ്ടാണോ സജ്ജനങ്ങൾ സേവിക്കുന്ന ശ്രേഷ്ഠവും നിഗൂഢവുമായ ഏതൊരു ബ്രഹ്മവിദ്യ കൊണ്ടാണോ തിരസ്കരിച്ചിട്ട് ആനന്ദത്തിന്റെ ലോകങ്ങളിലേക്ക് എത്തിയത്, ആ ബ്രഹ്മവിദ്യയെ അല്ലയോ ഭഗവാനെ എനിക്ക് അവിടുന്ന് ഉപദേശിച്ചു തന്നാലും. ചോദ്യം കഴിഞ്ഞു. അവിടെ ആ വിശേഷണങ്ങളെല്ലാം അധികാരി, വിഷയം, സംബന്ധം, പ്രയോജനം ഇവയെ കാണിക്കുന്നതിന് വേണ്ടിയാണ് ചോദ്യത്തില്. വിഷയം ബ്രഹ്മവിദ്യയാണ്, അത് വാക്കുകൊണ്ട് തന്നെ മനസ്സിലായി. ബ്രഹ്മവിദ്യാം വരിഷ്ഠാം, അത് പഠിപ്പിക്കണം എന്നാ പറഞ്ഞേ. അതിനധികാരിയെ പറയുമ്പോൾ ഇനിയും ബ്രഹ്മവിദ്യയുടെ ലോകങ്ങളിൽ എത്താത്തവനാണ് അധികാരി. അതിന്റെ പ്രയോജനം പറയുമ്പോൾ അതിലൂടെയാണ് മോക്ഷത്തെ പ്രാപിക്കുന്നത്, പരമപുരുഷനെ പ്രാപിക്കുന്ന വിദ്യയാണ്. അവിടെ പ്രയോജനം പറഞ്ഞു. ഈ വിദ്യ കൊണ്ട് എന്താ ഉണ്ടാകുന്നത്? പരമപുരുഷത്വം ഉണ്ടാകുന്നു. അപ്പൊ പരമപുരുഷത്വം പ്രയോജനം, ബ്രഹ്മവിദ്യ വിഷയം, അതിനധികാരി ഈ ദുഃഖങ്ങൾ വിട്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്ന ജിജ്ഞാസു, അതിനുള്ള രീതിവിധാനം, അതിന്റെ അനുഷ്ഠാനം, പാപങ്ങളെ, അധ്യാസങ്ങളെ ഇല്ലായ്മ ചെയ്യൽ. ഈ രീതിയിൽ വിഷയാവതരണം കഴിഞ്ഞു. ആ വിഷയാവതരണം കഴിഞ്ഞ ഗുരു ശിഷ്യന്മാരെ നാടകീയമായി അവതരിപ്പിച്ചു. ശിഷ്യൻ ചോദിച്ചു, ഗുരു പറയാൻ തുടങ്ങുന്നു, ഉപദേശിക്കാൻ തുടങ്ങുന്നു. രണ്ടാമത്തെ മന്ത്രം. തസ്മൈ സഹോവാച പിതാമഹഃ തഥാ ഭക്തി ധ്യാനയോഗാദവേഹി നകർമ്മണാന പ്രജയാധനേന ത്യാഗേനൈകേ അമൃതത്വമാനസു. ഇവിടെ നമ്മള് എടുത്തപ്പോ അതിന്റെ ആദ്യം അശ്വലായനോ ഭഗവന്തം പരമേശ്വരം, അധ അശ്വലായനോ എന്നാണ് വേണ്ടത്. അങ്ങനെയാണോന്നറിയില്ല. അതാന്നുണ്ട്, ഇല്ല, അശ്വലായനോന്നേ ഉള്ളൂ. അധാന്നും കൂടെ ഒന്ന് ചേർത്തുള്ള അധ അശ്വലായനോ. കാരണം അല്ലെങ്കിൽ അവിടെ അശ്രദ്ധാഭക്തി ധ്യാനയോഗാദവേഹി എന്ന് രണ്ടാമത്തെ മന്ത്രത്തിൽ വരാൻ വഴിയില്ല. അധ പിന്നീട്, അനന്തരം. അത് ബ്രഹ്മവാചിയായ ശബ്ദമാണ് അധ. അധശബ്ദം മംഗളവാചിയാണ്. മംഗളവാചികളായ ശബ്ദങ്ങളോടുകൂടി ഒക്കെ തുടങ്ങണം, ഗ്രന്ഥം ആരംഭിക്കണം എന്നൊക്കെ ഉണ്ട്. ഇതിലും അധശബ്ദം കണ്ടില്ല, എങ്കിലും അധ ഉണ്ട്, ഇല്ലാതെ വരില്ല. ആ അധശബ്ദത്തിന്റെ അർത്ഥം സാധനാചതുഷ്ടയ സമ്പന്നനായിട്ട്. അശ്വലായനൻ ഗുരുവിന്റെ അടുക്കലേക്ക് എത്തുന്നത് ആ എത്തുന്നതിനുള്ള യോഗ്യതയൊക്കെ നേടിയിട്ടാണ്. അതുകൊണ്ടാണ് പെട്ടെന്ന് കിട്ടുന്നത്. ഈ പൗരാണിക സങ്കല്പങ്ങളിൽ ഗുരുവിന്റെ അടുക്കലേക്ക് ഓടിപ്പോയി അവിടെ ചെന്നു സന്തുഷ്ടനായി തിരിച്ചു പോന്നു. ഇങ്ങനെ വായിക്കുമ്പോ നമുക്കൊക്കെ ആഗ്രഹം തോന്നും, ഓടി അങ്ങോട്ട് ഇല്ലുക, സകല ദുഃഖവും പോവുക, പെട്ടെന്ന് തിരിച്ചു വരിക. നമ്മളും രാവിലെ സൂട്ടഡ് ബൂട്ടഡായിട്ട് നേരെ ഓടി അങ്ങോട്ട് ചെന്നു, റെഡിമെയ്ഡായിട്ട് കുറെ ചോദ്യങ്ങളൊക്കെ ചോദിച്ചു. നമ്മൾ ചോദിക്കുന്നത് അശ്വലായനൊന്നും ചോദിച്ച പോലുള്ള ചോദ്യമൊന്നും ചോദിക്കാനുള്ള യോഗ്യത കാണില്ല. അത് കാണാൻ പഠിച്ചാലും അവിടെ ചിലവും മറന്നുപോകും. ഈ ഉപനിഷത്ത് പുസ്തകമൊക്കെ വാങ്ങിച്ചിട്ട് ഇത് കാണാതെ പഠിക്കും ചിലപ്പം. അതീഹി ഭഗവോ ബ്രഹ്മവിദ്യാം വരിഷ്ഠാം എന്നൊക്കെ കാണാതെ പഠിച്ചിട്ട് അവിടെ ചിലപ്പം ബ്രഹ്മവിദ്യാം വരിഷ്ഠാം എന്ന് ചോദിക്കണം എന്നൊക്കെയാണ് വെച്ചത്. പക്ഷെ അവിടെ ചെന്ന് ആളിനെ കണ്ടപ്പോ ഈ കാണാതെ പഠിച്ചൊക്കെ മറന്നുപോയി. റെഡിമെയ്ഡായിട്ട് ചോദിക്കാൻ തീരുമാനിച്ച ചോദ്യമൊക്കെ മറന്നുപോകും. പകരം ചോദിക്കും
അല്ല അങ്ങയുടെ പേരെന്താണ്, അങ്ങയുടെ വീട് എവിടെയാണ്, മറ്റൊന്നും തോന്നരുത്, അങ്ങ് ഏത് ജാതിയിലാണ് ജനിച്ചത്, ഇതൊക്കെ ചോദിക്കാനേ തോന്നുള്ളൂ. കാരണം നമ്മളുടെ സംസ്കാരമാണ്, സംസ്കാരത്തിനനുസരിച്ച് ചോദ്യം ഉണ്ടാവുള്ളൂ. ഇനി അവിടെ പോയി തപ്പി ഈ ചോദ്യം ചോദിക്കണമെന്നൊക്കെ വിചാരിച്ചാ പോയത്. ഈ ചോദിക്കാൻ ഒരു തന്റെ ഇടം വേണം. തന്റെ ഇടം കിട്ടില്ല. തന്റെ ഇടം കിട്ടണമെങ്കിൽ അദൃഷ്ടം വെളിവാകണം. വായി നോക്കി അവിടെയൊക്കെ പോയിരിക്കും. ഇങ്ങനെ കുറെ നേരം ഇരുന്ന് കഴിയുമ്പോ എങ്ങനെയാണോ ഈച്ച വഴിയരികില് പഴങ്ങള് പഴുത്ത് ധാരാളം കിടപ്പുണ്ടെങ്കിലും അതിനപ്പുറത്ത് മലക്കൂമ്പാരങ്ങൾ ഉണ്ടെങ്കിൽ അതിൽ പോയിരിക്കുന്നത്, അതുപോലെ നാമും അവിടെ ചെന്ന് തത്തി തത്തി നിന്ന് കഴിയുമ്പോ അവിടെ എന്തെല്ലാം മാലിന്യമുണ്ടോ അതിലെല്ലാം പറ്റിപ്പിടിക്കും. അതിന് കുറെ വാങ്ങിച്ചോണ്ടിരിക്കും പോലും. അപ്പൊ നമ്മൾ എവിടെ ചെന്നാലും കിട്ടുന്ന സാധനം, നമ്മൾ എവിടെ ചെന്നാലും എന്ത് കിട്ടും? മാലിന്യം തന്നെ കിട്ടും. നായ കടലിൽ ചെന്ന് കഴിഞ്ഞാലും അതിന് നക്കിയേ കുടിക്കാൻ പറ്റുള്ളൂ എന്ന് പറയും. എന്നാൽ കടല ഇഷ്ടം പോലെ കുടിക്കാം, പക്ഷെ അതിന്റെ സ്വഭാവം അത് ഇവിടെയല്ല. മുങ്ങിച്ചത്ത് കുടിക്കാവുന്ന വെള്ളത്തിലാണ് കിടക്കുന്നത്. എന്നാലും നായയ്ക്കൊരു കാര്യമുണ്ട്, കാരണം അതിനെ നേരെ കുടിക്കാൻ നോക്കുക. വാ വിളിച്ച് കുടിക്കാൻ നായയ്ക്ക് പറ്റുമോ? അത് നക്കി നക്കി കുടിച്ചോണ്ടിരിക്കും. ഇത്രയും വെള്ളമുണ്ട് എന്നതുപോലെ ആവുന്ന. അത് നമ്മൾ ആ മാലിന്യവും കൊണ്ടായിരുന്നേ. അപ്പൊ മാലിന്യ ധോരണി പറ്റാതിരിക്കണമെങ്കിൽ നമ്മൾ സംസ്കാരം ഉണ്ടാക്കണം. ജ്ഞാനാകാര വൃത്തിക്ക് ഉതകും വിധം നമ്മുടെ സംസ്കാരത്തെ രൂപപ്പെടുത്തണം. എത്ര മഹാപുരുഷന്മാരുടെ അടുക്കൽ എത്തിയാലും നമ്മുടെ സംസ്കാരം എങ്ങനെയോ അങ്ങനെയേ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റൂ. കാരണം വാക്കുകൾക്കെല്ലാം അർത്ഥം നിഘണ്ടുവിൽ എഴുതി വെച്ചിരിക്കുന്നതല്ല, നമ്മുടെ ബുദ്ധി തീരുമാനിക്കുന്ന. ബുദ്ധി സംസ്കാരജന്യമാണ്. നല്ലോണം സംസ്കരിച്ച ബുദ്ധിക്ക് മാത്രമേ ഒരു വാക്കിന് ശുദ്ധവും ശുഭവുമായ ഒരർത്ഥം കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ അവിടെ പോയൊക്കെ നിന്നു, തിരിച്ചു വന്നു. എന്താ കണ്ടേ? സർവത്ര അലങ്കോലം. നമ്മൾ പോകുന്നിടത്തൊക്കെ അങ്ങനെയാണ് നമ്മൾ കാണുക. കുറച്ച് പരദൂഷണവും കൂടെ പറയും. ആ ഇരിപ്പ് ശരിയല്ലായിരുന്നു. ഇരിപ്പിനിടയിൽ ചിലരെയൊക്കെ നോക്കുന്നത് ഞാൻ കണ്ടു. ആ നോട്ടം അത്ര ശരിയല്ലായിരുന്നു. അല്ലെങ്കിൽ ഇതൊന്നും നേരെയല്ലെന്നേ. നമ്മളെന്തിനാ പോയത്? എന്ത് നേടാനാ പോയെ? കാണാൻ? ബ്രഹ്മവിദ്യ നേടാനാ പോയെ? അവിടെ ചെന്നിട്ട് നേടിക്കൊണ്ടുവന്നെന്തോ? ആ നോട്ടം അത്ര ശരിയല്ലായിരുന്നു. വാക്കൊന്നും പന്തിയല്ല. അല്ലെങ്കിലും മനുഷ്യരല്ലേ, നേരെയാകുകയില്ല എന്ന് പറഞ്ഞാൽ നമ്മള് നമ്മുടെയൊക്കെ ഗതിയിലാണ്. അപ്പൊ അതുകൊണ്ട് എവിടെ ചെന്നാലും ഹംസത്തെ പോലെ കടന്നു ചെല്ലണം എന്നാണ് പറയുന്നത്. നീരക്ഷീര വിവേകിതു ഹംസോ ഹംസബകോബക. പുസ്തക പ്രത്യാധീതം നാധീതം ഗുരുസന്നിധൗ ന ശോഭതേ സഭാമധ്യേ ഹംസമധ്യേ ബകോ യഥ എന്നൊക്കെ ആചാര്യൻ പറയും. കൊക്കും അരയന്നവും തമ്മിൽ ഈ ഭേദമുണ്ട്. രണ്ടിനും കൂടെ വെള്ളം കൊടുത്താൽ, പാലും വെള്ളവും കൂടെ മിക്സ് ചെയ്ത് കൊടുത്താൽ കൊക്കത് മുഴുവൻ കുടിച്ച് വയറിളകും. അരയന്നത്തിന് കൊടുത്താൽ പറയും അതിലെ വെള്ളം അത് തുപ്പിക്കളയുകയും പാലിറക്കുകയും ചെയ്യുന്നു പറയും. അങ്ങനെയാണ് അതിന്റെ കൽപ്പന. അത് നീരക്ഷീര വിവേകത്തിൽ ഹംസം ഹംസവും ബകം ബകവുമാണ്. അപ്പൊ അതുകൊണ്ട് ചെല്ലുന്നൊരു തയ്യാറെടുപ്പുണ്ട്. അതാണ് ആ അധശബ്ദം. അധ അശ്വലായന. പിന്നീട് അശ്വലായനൻ എന്ത് ചെയ്തിട്ട് ഈ ലൗകിക സുഖഭോഗങ്ങളൊക്കെ കിട്ടിയിട്ടും തൃപ്തിയാകാത്ത മനസ്സുള്ള അശ്വലായനൻ വിവേകവും വൈരാഗ്യവും സമാധിശക്ത സമ്പത്തിയും മുമുക്ഷുത്വവും നേടിയിട്ട് എന്നർത്ഥം. ഇത്രയും കാര്യം അധശബ്ദത്തിനകത്തുണ്ട്. വിവേകം, നിത്യ അനിത്യ വസ്തു വിവേക പരിഗണ്യതേ. ഏതാണ് അനിത്യ വസ്തു, ഏതാണ് എന്നറിയലേ? നിത്യമായി ഉണ്ടാകുമെന്നുറപ്പുള്ള വസ്തുക്കളിലല്ലേ നമ്മൾ ഭ്രമിക്കുന്നേ? അല്ലേ?
അല്ലെങ്കിൽ ഭ്രമിക്കാൻ ഒക്കില്ല. ലോകത്തിൽ ഓരോ ജീവിയും അവന്റെ സങ്കല്പത്തിൽ നിത്യമാണെന്ന് വിചാരിക്കുന്ന വസ്തുവിനോടെ അവൻ ഭ്രമിക്കുള്ളൂ. യാതൊരുവനാണോ ഈ ഭൂതഭൗതിക പ്രപഞ്ചത്തിലെ നശിക്കുന്ന വസ്തുവിൽ ഭ്രമിക്കുന്നത്, അവനെ സംബന്ധിച്ചിടത്തോളം അത് നിത്യമാണ്. അതുകൊണ്ടാണ് അവൻ ഭ്രമിക്കുന്നത്. അല്ലെങ്കിൽ ഭ്രമിക്കാനാവില്ല. നിത്യമാണെന്ന് വിചാരിച്ചാൽ ഇതെല്ലാം വലിച്ചു വെക്കുന്നത്. നിത്യമല്ല എന്നറിഞ്ഞാൽ അതിലൂടെ മമത വിട്ടുപോകും. നിത്യമല്ലാത്ത വസ്തുവിൽ മമത ഉണ്ടാവില്ല. നിത്യമാണെന്ന് തോന്നുന്നത് നിത്യമായ എന്റെ സ്വരൂപത്തെ വസ്തുവിൽ ആരോപിച്ചിട്ടാണ് അതിന് നിത്യത്വം കൽപ്പിച്ച് ഭ്രമിക്കുന്നത്. ഈ ലോകത്തിലെ സകല മനുഷ്യനും നിത്യത്തിലാണ് ആനന്ദിക്കുന്നത്. ആ നിത്യം ഏത് എന്ന് തിരിച്ചറിയണം. എങ്ങനെയാ തിരിച്ചറിയുന്നേ? രാവിലെ എഴുന്നേറ്റപ്പോഴാണ്, കട്ടിലേച്ചെന്ന് വിളിച്ചപ്പോഴാണ് അച്ഛൻ മരിച്ചു എന്നറിയുന്നത്. അച്ഛൻ എന്ന് പറഞ്ഞാൽ എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ടയാൾ, അല്ലെങ്കിൽ അമ്മ എന്ന് പറഞ്ഞാൽ അതിലും വേണ്ടപ്പെട്ടയാൾ മരിച്ചു എന്നറിയാം. ശവമൊക്കെ എടുത്ത് കിടത്തി. അച്ഛന് വേണ്ടി അല്ലെങ്കിൽ അമ്മയ്ക്ക് വേണ്ടിയായിരുന്നു ഈ ഓടിയതൊക്കെ, ഈ ലോകത്തുനിന്ന് സമ്പാദിച്ചതൊക്കെ. അച്ഛനും അമ്മയെയും സുഖത്തിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടി ഒരുപാടൊക്കെ സമ്പാദിച്ചു കൂട്ടി. ഇടയ്ക്കൊക്കെ അവരോട് പറയുമായിരുന്നു, ഇപ്പൊ അവരാ മരിച്ചു കിടക്കുന്നത്. അപ്പൊ ഈ സമ്പാദ്യമൊക്കെ അവർക്ക് വേണ്ടിയാണ്. സമ്പാദ്യം എന്നെ സംബന്ധിച്ച് അനിത്യമാണ്, അവരെനിക്ക് വേണ്ടി നിത്യമാണ്. ആ നിത്യത്തിന് വേണ്ടിയാണ് ഞാൻ ഈ സമ്പാദിച്ചു മരിച്ചു കിടക്കുക. കരഞ്ഞു. പിരിഞ്ഞു പോവാണോന്ന് ചോദിച്ചു. മാറത്തലച്ചു. എന്നെ വിട്ടു പോകരുതേ എന്ന് പറഞ്ഞ് നിലവിളിച്ചു. ബഹളമൊക്കെ ആയി. ആളുകളൊക്കെ ഓടിക്കൂടി. അപ്പൊ അവരെല്ലാം കൂടി ഇത് ചിതയെ വെക്കാനായിട്ട് തുടങ്ങുമ്പോഴാണ്, കൊണ്ടുപോകരുതേ, എന്നെ വിട്ടിട്ട് കൊണ്ടുപോകരുതേ എന്ന് പറഞ്ഞ് വലിയ ബഹളം വെച്ചപ്പോ അതിലൊരു കാർന്നവര് വളരെ സമർത്ഥനാണ്. അയാൾ ഇതവിടെ ഇട്ടിട്ട് പറഞ്ഞു, എന്നാ നീ എന്താന്ന് വെച്ചാൽ ചെയ്യേ, ഞങ്ങളൊക്കെ പോവാ, ഞങ്ങൾക്ക് വേറെ പണിയുണ്ട്. ക്യാൻ യു ഇമാജിൻ സച്ച് എ സീൻ? നാട്ടുമ്പുറത്ത് നല്ല കാർന്നവർ, അയാൾ കുറച്ച് വിവരമുള്ളവനാണ്. അയാൾ പറഞ്ഞില്ല, വാടാ പോലെ ആകേശോ വാ, അയാളെന്താണെന്ന് വെച്ചാൽ ചെയ്യട്ടെ, അവിടെ തന്നെ കിടക്കട്ടെ. അയാൾ ബാക്കിയുള്ളവരെ നാട്ടുകാരെയൊക്കെ വിളിച്ചുകൊണ്ട് പഠിക്കവരെ പോയപ്പോ ഞാൻ എന്ത് ചെയ്യും, നിങ്ങളാണ് എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ മതി, അത് തന്നെ ഞാനും ചെയ്യുമെന്ന് വെച്ചോണ്ടാ മതി. ഇത് മുറിയിലിട്ടുകൊണ്ട് കിടക്കുവോ? പ്രിയപ്പെട്ട അച്ഛനാണ്, കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങിയിട്ടുള്ള അച്ഛനാണ്. അച്ഛന്റെ മാറിലെ ചൂടുകൊണ്ടാണ് ഓരോ രാത്രിയും ഉറങ്ങിയിട്ടുള്ളത്. ഏറ്റവും പ്രിയങ്കരനായ അച്ഛനാണ്. എനിക്കെല്ലാം തന്നെ എന്നെ വളർത്തി ഈ നിലയിൽ എത്തിച്ച അച്ഛനാണ്. എല്ലാമായ അച്ഛനാണ്. ഞാൻ തന്നെയായ അച്ഛനാണ്. ഒക്കെ ആവട്ടെ, വിശേഷണങ്ങൾ എത്ര കൊടുത്താലും ആ അച്ഛനെ ഈ നിലയിൽ അവിടെ ഇട്ടിട്ട് അവർ പോയാൽ ഞാൻ എന്ത് ചെയ്യും? കരച്ചിലൊക്കെ മാറി ഗൗരവത്തോടെ ചിന്തിച്ച് ഞാൻ ഇറങ്ങിച്ചെന്ന്, ദൈവമേ നിങ്ങൾ അങ്ങനെ പോകരുതേ, ഞാൻ അറിയാതെ പറഞ്ഞതല്ലേ, ഇതൊന്ന് എടുത്ത് ഡിസ്പോസ് ചെയ്യണേന്ന് പറയുവോ? തീർച്ചയായും പറയും. അപ്പൊ എനിക്ക് എന്ത് ബോധ്യായി? ഈ വസ്തുക്കൾ മാത്രമല്ല, ഈ അച്ഛൻ എന്നതും അനിത്യമാണെന്ന് ബോധ്യം. നിത്യമായിരുന്നെങ്കിൽ എന്നോടൊപ്പം ഉണ്ടാവണം. ഈ അച്ഛൻ അനിത്യമാണെങ്കിൽ അതേ ബോധത്തിൽ അമ്മയും അപ്പൂപ്പനും ആചാര്യനുമെല്ലാം അനിത്യങ്ങളാണെന്ന് ബോധ്യം. ഈ അനിത്യത്തിനെല്ലാം നിത്യത എന്റെ പ്രിയത്തിലാണ് ഉണ്ടാകുന്നതെങ്കിൽ ഞാനാണ് നിത്യമെന്ന് മനസ്സിലായി. അനിത്യവും അസുഖവുമായ ഇതിന് പിന്നാലെ പോകണ്ടെന്നായി. യാതൊരുവൻ ഇങ്ങനെ വ്യവച്ഛേദിച്ച് അനിത്യ വസ്തുക്കളെ ബോധ്യപ്പെട്ട് അവയിൽ ഭ്രമിക്കാതാകുന്നുവോ? ബോധ്യപ്പെട്ടാൽ മാത്രം പോരാ, ഇത് കേൾക്കുമ്പോ ബോധ്യമാണ്, അടുത്ത ക്ഷണത്തില് ഭ്രമമുണ്ടാവും. അപ്പൊ ആ ഭ്രമം, പ്രകൃതിയുടെ ആ ഭ്രമം അനിത്യമായതിൽ, അത് ഇന്ദ്രിയങ്ങൾ കൊണ്ടാണ് ഉണ്ടാകുന്നത്. ഇന്ദ്രിയങ്ങൾക്ക് വിഷയസംബന്ധം കൊണ്ട്, ശബ്ദസ്പർശാദി സംബന്ധം കൊണ്ട് ശൂന്യബന്ധനെ ബന്ധിപ്പിക്കുന്നതാണ്. ആ ബന്ധം ഇങ്ങനെ കിടക്കും, അത് വിട്ടുപോകണം.
തെരുതരെ അറിയണം, ഇത് അനിത്യമാണ്. ആ അനിത്യമായ വസ്തുവിനെ തിരിച്ചറിഞ്ഞ് നിത്യമായ തന്നെയും അറിഞ്ഞ് നിത്യത്തിൽ രമിക്കുമ്പോൾ, തന്നിൽ രമിക്കുമ്പോൾ, അനിത്യത്തിൽ രമിക്കാതിരിക്കുമ്പോൾ, പറഞ്ഞിട്ടുള്ള ഉദാഹരണം ഇവിടെ തന്നെ ഭർതൃഹരി ഇങ്ങനെ ഇറങ്ങിപ്പോയത്. അതുകൊണ്ട് ഭർതൃഹരി 3 ശതകങ്ങളും എഴുതി. വൈരാഗ്യ ശതകം, നീതി ശതകം, ശൃംഗാര ശതകം. സുപ്രീം വേദാന്തമാണ്. പേര് കേട്ട് ശൃംഗാര ശതകം എന്നൊക്കെ കേട്ടാൽ ആ പേരിട്ടത് തെറ്റിപ്പോയി എന്നാണ് തോന്നുന്നത്. അതിൽ വർണ്ണന ശൃംഗാരമല്ല, അതിന് നിരർത്ഥകതയാണ് വർണ്ണിക്കുന്നത്. ഓരോ ശ്ലോകത്തിലും സ്വാനുഭൂതിയിൽ നിന്നാണ് ഭർതൃഹരി എഴുതുന്നതെന്ന് പറയാം. പിങ്കളയുടെ ഭർത്താവായ ഭർതൃഹരി കൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങിപ്പോവുക. നിത്യാനിത്യ വസ്തുബോധം വന്നിട്ട് കൊട്ടാരമൊന്നും വേണ്ടാന്ന് വിചാരിച്ചിട്ട് പോയതാണ്. വനത്തിലായെന്ന് ശരിക്ക് ബോധ്യമുണ്ട്, നിത്യതാണ് അനിത്യതാണ്. ഒരു മരത്തിന്റെ തണലിൽ അങ്ങനെ ഇരിക്കുക. അപ്പോഴാണ് രത്നം കിടന്ന് തിളങ്ങുന്നത് അകലെ. അനുവൃത്തി മാത്രം കൊണ്ട്, ഭർതൃഹരിയിൽ അതിന് പേര് അനുവൃത്തി, നമ്മളിൽ അനുവൃത്തിയല്ല. ഭർതൃഹരി ഓടി. അനുവൃത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശക്കുന്നില്ലെങ്കിലും 12 മണിയാവുമ്പോ ചോറുണ്ടില്ലല്ലോ എന്ന് തോന്നുകയല്ലേ? അതൊരു അനുവൃത്തിയാണ് ഒരർത്ഥത്തിൽ. ശീലം കൊണ്ട് നമ്മളിൽ യാന്ത്രികമായി സംഭവിക്കുന്നത്, ബോധപൂർവമല്ല. ജ്ഞാനം നേടിയാലും കുറെ നാളത്തേക്ക് ഇതുണ്ടാവും. ദേഹസന്ധാരണത്തിന് ആവശ്യമായ ഭാവങ്ങളൊക്കെ അന്നേരം ഉണ്ടാവും. അപ്പൊ ഭർതൃഹരി ഇതൊക്കെ അറിഞ്ഞിട്ടാ പോയി നിൽക്കുന്നതെങ്കിലും ഇത് കണ്ടപ്പോ ആ പൂർവ്വവാസന കൊണ്ട് ഒന്ന് ഓടിച്ചെന്ന് കയ്യിലെടുത്ത് ഔത്സുഖം കൊണ്ട് തിരിച്ചു മുറിച്ചു നോക്കി. എത്ര നല്ല രത്നം! പെട്ടെന്ന് ഓർമ്മ വന്നേ, മൂഢ, കൊട്ടാരത്തിൽ ഇതിലും വില പിടിച്ച് എത്ര എണ്ണം വലിച്ചെറിഞ്ഞിട്ടാണ് നീ വന്നത്? ഈ തുച്ഛമായതിന്റെ പിന്നാലെ പിന്നെ നീ ഓടുക. ഓടിത്തുടങ്ങിയപ്പോഴാണ് ഓർമ്മ വന്നത്, തുച്ഛമായത് പിന്നെയും നിന്നെ ഭ്രമിപ്പിക്കുന്നു. കഠോരം. വളരെ വില പിടിച്ചത് പലതും വലിച്ചെറിഞ്ഞിട്ട് നിസ്സാരമായതിന്റെ പിന്നാലെ പിന്നെ ഓടുകയാണ്. അവൻ ഭ്രമം വിട്ടുപോകുന്നില്ല. ഭർതൃഹരിയെ സാധനം കയ്യിലെടുത്തതുപോലെ താഴേക്കിട്ടു. ആദ്യത്തെ വാക്ക് നീ എന്നെ ഭ്രമിപ്പിക്കുന്നോ എന്ന് ചോദിച്ച ഭർതൃഹരി പുറകെ പറഞ്ഞു, ഓ, എന്നെ ഭ്രമിപ്പിച്ചത് നീയല്ലല്ലോ, ഞാൻ നിന്നെ കണ്ട് ഭ്രമിച്ചതാണല്ലോ. അവിടെ നിന്റെ പണി നോക്കിക്കളയാമെന്ന് പറഞ്ഞ് അതവിടെ വെച്ചിട്ട് മരത്തണലിലൊന്ന് വീണ്ടും നിന്നു. 2 രാജകുമാരന്മാര് കുതിരപ്പുറത്ത് വരികയാണ്, ഒന്നിനു പുറകെ മറ്റൊന്നായിട്ട്. പുറകെ വരുന്ന രാജകുമാരൻ വിളിച്ചു പറഞ്ഞു മുമ്പിൽ പോകുന്നവനോട്, ഇടാ, കിടക്കുന്ന കണ്ടില്ലേ, നല്ല രത്നമാണ്. മുമ്പിലെ അവൻ നിർത്തി, ഇറങ്ങി രത്നം കയ്യിലെടുത്ത്. പുറകിലെ അവൻ നിർത്തി അടുക്ക ചെന്ന് കാണട്ടെന്ന് പറഞ്ഞു, വളരെ വില പിടിച്ചതാണ്, ഇത് ഞാനാണ് എടുത്തത്, എനിക്കുള്ളതാണ്. പുറകിലത്തവൻ പറഞ്ഞു, ഞാനാണ് കണ്ടത്, എന്റെയാണ്, കൊണ്ടുപോവിടെ. രണ്ടുപേരും തമ്മിൽ വഴക്ക് മൂത്തു. വാക്കേറ്റം മൂത്തു വന്നവ പുറകിലത്തവൻ വാളൂരി മുമ്പിലത്തവന്റെ നെഞ്ചിലേക്ക് നീട്ടി. മറ്റവനും തിരിച്ചു നീട്ടി. അങ്ങോട്ടും ഇങ്ങോട്ടും വാള് കയറി രണ്ടുപേരും അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും വീണു. ഈ രക്തം ചിതറി വീണ് താഴേക്കും വീണു. ഭർതൃഹരി ഓർത്തു, ഈ രത്നമാണ് അപകടമല്ലേ? അല്ല, മുമ്പോടെ ഉണ്ടായിരുന്നല്ലോ, ആർക്കും ഒരു ഉപദ്രവം ഉണ്ടാക്കാതെ അവിടെ വെറുതെ കിടന്നതല്ലേ, ഞാനും ഓടിച്ചു നടന്നതല്ലേ, അവിടെ തന്നെ വീണ്ടും ഇട്ടിട്ട് പോന്നതല്ലേ. അപ്പൊ എങ്ങനെയാണ് ഇതുണ്ടാകുന്നത്? ആ രത്നത്തിന് ഇപ്പോഴും മാറ്റമില്ല, മുമ്പുള്ള പോലെ തന്നെ ഇപ്പോഴും ഉണ്ട്. മാറ്റം എവിടെയാണോ എന്നത് അതിനോടുള്ള ബന്ധത്തിൽ ഷിഞ്ഞ് ബന്ധനെ, ഇത് വിഷയമാണ്. വിഷണ്വന്തി വിഷയണമനുബധ്നന്തി എന്നൊക്കെ കൗമുദീകാരൻ പറയുന്നുണ്ട്. അപ്പൊ ഈ വിഷയത്തിലുള്ള ഭ്രമം, അനിത്യത്തിലുള്ള ഭ്രമം, അത് പോയി. നിത്യത്തിൽ ഉറച്ചു. ഇത് വിവേകം. ഇത് ഉറച്ചാലും ഇടയ്ക്കിടയ്ക്ക് ഇത് വീണ്ടും വരാതിരിക്കണം. അതിന് നല്ല ബലം വേണം. അതിനാണ് വൈരാഗ്യം. ഇഹ അമുത്ര ഫല ഭോഗ വിരാഗത. ഈ ലോകത്തിലോ അങ്ങേ ലോകത്തിലോ ഒന്നും വേണ്ടെന്നുള്ള ബോധ്യം. ആപ്തകാമത്വം, പരവൈരാഗ്യം വേണം. വിരാഗത,
തദനന്തരം ശമം, ദമം, ഉപരതി, തിദിക്ഷ തുടങ്ങിയുള്ള സമ്പത്തികള് അതും വേണം. ഇന്ദ്രിയങ്ങളെ അടക്കണം, മനസ്സിനെ അടക്കണം, ബുദ്ധി ഉപരമിക്കണം. ഇങ്ങനെ ശമാധി ഷഡ്ക സമ്പത്തിയും ഉണ്ടായി. ഈ ലോകത്തിലെ ലൗകിക ഭോഗങ്ങളിൽ നിന്നെല്ലാം മോചിക്കണമെന്ന ഇച്ഛയും വന്നു. മോത്തും ഇച്ഛ, മുമുക്ഷുത്വം. ഇത്രയാവുമ്പോ സാധനാ ചതുഷ്ടയമായി. ആ സാധനാ ചതുഷ്ടയ സമ്പത്തി നേടിയിട്ട് അതാ അങ്ങനെയുള്ള അശ്വലായനാണ്. അതുകൊണ്ട് ആ അശ്വലായനോട് പിതാമഹൻ പറയുകയാണ്, ഇതറിയുന്നത് നീ പറഞ്ഞ ഈ ബ്രഹ്മവിദ്യയെ ശ്രേഷ്ഠയായ സദ്വിസേവ്യമാനയായ ആ ബ്രഹ്മവിദ്യയെ എങ്ങനെ അറിയും? പിതാമഹൻ അത് പറഞ്ഞു കൊടുക്കാൻ പോവുകയാണ്. തസ്മൈ സഹോവാച പിതാമഹ ശ്രദ്ധാഭക്തി ധ്യാനയോഗാദവേഹി ന കർമ്മണ ന പ്രജയ ധനേന ത്യാഗേനൈകി അമൃതത്വമാനസ്സു. എങ്ങനെയാ അത് കിട്ടുന്നേ? എങ്ങനെയുള്ളതാണ്? സഹ പിതാമഹ തസ്മൈ ഉവാച ശ്രദ്ധാഭക്തി ധ്യാനയോഗാത് ത്വം അവേഹി ന കർമ്മണ അവേഹി ന പ്രജയ അവേഹി ധനേന അവേഹി അമൃതത്വം മനസ്സു ത്യാഗേനൈകി അമൃതത്വം മനസ്സു. അപ്പോ എങ്ങനെയാ ഇത് കിട്ടുന്നേ? ആ പിതാമഹൻ പരമേഷ്ഠി അവനോട് പറഞ്ഞു, അശ്വരായനോട് പറഞ്ഞു, ശ്രദ്ധാഭക്തി ധ്യാനയോഗ. ശ്രദ്ധ, ഭക്തി, ധ്യാന യോഗങ്ങളിലൂടെ അറിഞ്ഞാലും. ശ്രദ്ധ വിശ്വാസം, സത് സത്യം ധീയതേ ഇതി ശ്രദ്ധ. സത്യധാരണ ശ്രദ്ധ. നമ്മുടെയൊക്കെ ശ്രദ്ധ ഒരാൾ പറയുന്നത് കേൾക്കുമ്പോ പറയുന്നവന്റെ നിശബ്ദതയെ ഉൾക്കൊള്ളുന്നത് ശ്രദ്ധ, വാക്കിനെ ഉൾക്കൊള്ളുന്നത് ശ്രദ്ധയല്ല. ശ്രദ്ധ സത്യം ധീയതേ ഇതി ശ്രദ്ധ. ശബ്ദത്തിന്റെ അർത്ഥം അതാണ്, വിൽപ്പത്തി. ശങ്കരൻ ശ്രദ്ധയ്ക്ക് മറ്റൊരു നിർവചനവും കൊടുക്കും, ഇത് തന്നെ വേറൊരു രൂപത്തിൽ. ശാസ്ത്രസ്യ ഗുരുവാക്യസ്യ സത്യബുദ്ധ്യ അവധാരണ സാ ശ്രദ്ധ എന്ന് പറയും. ശാസ്ത്രത്തിൽ ഗുരുവാക്യത്തിൽ ഉള്ള അചഞ്ചലമായ വിശ്വാസം. എന്തിനായിട്ട്? സത്യബുദ്ധി അവധാരണത്തിനായിട്ട്. അതിൽ നിന്നാണ് വസ്തു ലഭിക്കുന്നത്. വസ്തു ഉപലഭ്യതേ എന്ന് പറയും. ഏതൊന്നിന് വസ്തു